നമസ്കാരം. നിലനിൽപ്പിനായി സർക്കാർ പരസ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്ന പത്രങ്ങളുള്ള സംസ്ഥാനത്ത് സർക്കാർ പരസ്യം വേണ്ടെന്ന നിലപാടെടുത്ത് മലയാള മനോരമ. കഴിഞ്ഞ 2 വർഷം പരസ്യം നൽകിയ വകയിൽ സംസ്ഥാന സർക്കാർ 17.5 കോടി രൂപയാണ് മലയാള മനോരമയ്ക്ക് കൊടുക്കാനുള്ളത്. കുടിശ്ശിക തുക ലഭിച്ചതിന് ശേഷം മാത്രം ഇനി സർക്കാർ പരസ്യം നൽകിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് മനോരമ. കേരളത്തിലെ ഏറ്റവും സർക്കുലേഷനുള്ള പത്രമാണ് മനോരമ. മുത്തശ്ശി പത്രം എന്ന് വിളിക്കുന്ന മനോരമയ്ക്ക് സർക്കാർ പരസ്യമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ സർക്കാരിന്റെ ആശ്രയങ്ങൾ പരസ്യത്തിലൂടെ പരമാവധി പേരിലെത്തിക്കാൻ മനോരമയുടെ പത്രത്താൾ സർക്കാരിന് അനിവാര്യതയാണ്. പരസ്യമെടുക്കേണ്ടതില്ലെന്ന മനോരമയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. 2023 മുതലുള്ള പരസ്യങ്ങൾക്ക് മനോരമയ്ക്ക് സർക്കാർ പണം നൽകാനുണ്ട്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സമയബന്ധിതമായി പണം നൽകാൻ PRD തയ്യാറായില്ല. ഇതേ തുടർന്ന് കുടിശ്ശിക ലഭിച്ച ശേഷം മാത്രമേ ഇനി പരസ്യം നൽകുകയുള്ളൂവെന്ന് മനോരമ PRDയെ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ 1 മാസമായി PRD പരസ്യങ്ങൾ മലയാള മനോരമയിൽ നൽകുന്നില്ല. കുടിശ്ശിക പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ സർക്കാർ പരസ്യം ഇനി നൽകൂ എന്ന നിലപാട് മലയാള മനോരമ പരസ്യ വിഭാഗം സ്ഥിരീകരിച്ചു. സർക്കാരിനെ ഇക്കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് തെളിവാണ് ഈ കുടിശ്ശിക എന്ന വാദവും സജീവമാണ്. ടെൻഡർ, നോൺ ടെൻഡർ വിഭാഗത്തിൽ പരസ്യം പ്രസിദ്ധീകരിച്ച വകയിൽ വിവിധ പത്രമാധ്യമങ്ങൾക്ക് കഴിഞ്ഞ മാസം സർക്കാർ 2.50 കോടി രൂപ അനുവദിച്ചിരുന്നു. 28 പത്രങ്ങൾക്കാണ് സർക്കാർ അംഗീകൃത പരസ്യങ്ങൾ ലഭിക്കുന്നത്. സർക്കാർ പരസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണത്തെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കുന്ന ചെറുകിട പത്രങ്ങളും സംസ്ഥാനത്തുണ്ട്. അച്ചടി മാധ്യമങ്ങളിലേക്ക് പരസ്യങ്ങൾ വൻതോതിൽ തിരിച്ചു വരുന്നതായിട്ടാണ് പഠന റിപ്പോർട്ടുകൾ. രാജ്യത്തെ അച്ചടി മാധ്യമങ്ങളിലെ പരസ്യ വരുമാനത്തിൽ 7% വർധനയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. കേരളത്തിലെ പരസ്യ ചെലവിന്റെ 40% അച്ചടി മാധ്യമങ്ങൾക്കാണ്. 2023 19,250 കോടി രൂപയാണ് രാജ്യത്തെ അച്ചടി രംഗത്തെ പരസ്യ വരുമാനം. ഡിജിറ്റൽ മാധ്യമങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് അച്ചടി മാധ്യമങ്ങളുടെ വായനക്കാരിലുള്ള സ്വാധീനം. ദേശീയ ശരാശരിയുടെ 4 ഇരട്ടിയാണ് കേരളത്തിൽ പത്രങ്ങളുടെ വ്യാപനം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സാമ്പത്തിക വർഷാവസാനത്തിലെ വൻ ചെലവിനുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ട്രഷറി എന്നും റിപ്പോർട്ടുണ്ട്. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം പണം വാങ്ങിയാണ് മുന്നോട്ട് പോകുന്നത്. കേരളം ഇന്ന് നേരിടുന്ന ധനകാര്യ പ്രതിസന്ധിക്ക് 2 മാനങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം. ഇതൊരു രോഗലക്ഷണം മാത്രമാണ്. രണ്ടാമത്തേത്, കേരള സമ്പദ് വ്യവസ്ഥയുടെ വികസന മുരടിപ്പ്. അതാണ് യഥാർത്ഥ രോഗമെന്നും വിലയിരുത്തലുണ്ട്. വിഭാവനം ചെയ്തിരിക്കുന്ന സർക്കാർ മെഷീനറിയെയും ക്ഷേമ വ്യവസ്ഥയും താങ്ങി നിർത്താൻ പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കേരളം വളർത്തിയെടുത്തിട്ടില്ല. തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാൻ കഴിയാത്ത ഒരു മെഷീനറിയും ക്ഷേമ വ്യവസ്ഥയുമാണ് നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഈ വൈരുദ്ധ്യമാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയായി മാറുന്നതെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഇതിനിടയിലും സർക്കാർ പരസ്യങ്ങൾക്കും മറ്റും വേണ്ടി പത്രങ്ങളെ ആശ്രയിക്കുന്നു. ഇതും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സർക്കാർ ജീവനക്കാർക്കും ക്ഷേമ പെൻഷൻകാർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക, കരാറുകാർക്കും സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവ നൽകുന്നവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക, ഇത് കാരണം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യതയിൽ വരുന്ന മുടക്കം, പൊതുമരാമത്ത്, മരുന്നുകളുടെ വിതരണം, ഉച്ചക്കഞ്ഞി, വനവാസി, കായിക ഹോസ്റ്റലുകളുടെ പൂട്ടിയിടൽ, സാംസ്കാരിക സ്ഥാപനങ്ങളിലെ സ്തംഭനാവസ്ഥ ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. സംസ്ഥാന വിഹിതം നൽകാത്തതിനാൽ സംയുക്ത പദ്ധതികളുടെ സ്തംഭനം, ഫണ്ടുകളുടെ വകമാറ്റൽ എന്നിവയെല്ലാം പലപ്പോഴും ചർച്ചയായിരുന്നു.